अद्वैतभारे दक्षो विहारिणि मनोहर दिव्यमूर्ते श्रीस्वामिनि श्रुतजनप्रियदानशीले श्रीवेङ्कटेश दैते तव सुप्रभातम्. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ആർക്കും ഒന്നും കഴിക്കേണ്ടേ? ആഹാരം കഴിക്കാൻ സമയമായല്ലോ. നാരായണി, എന്തോ ദേ വന്നു. രാജു, ലക്ഷ്മി, എല്ലാവരും വന്നേ. മുത്തശ്ശി, ഇന്ന് എന്താ കഴിക്കാനുള്ളത്? ഇന്നലെ ഇഡലിയും സാമ്പാറും ആയിരുന്നല്ലോ. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അപ്പവും കടലക്കറിയുമാണ്. എനിക്ക് ഇഷ്ടമായി മുത്തശ്ശി. സ്കൂളിൽ പോകാൻ സമയമായി മോളെ, വേഗം കഴിക്കേ. ശരി അച്ഛാ, വൈകിട്ട് വരുമ്പോൾ മിഠായി കൊണ്ടുവരണേ. മാളു, ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? അയ്യോ, ഞാൻ മറന്നുപോയി മുത്തശ്ശി. ഇനി ആവർത്തിക്കില്ല, ഞാൻ ശ്രദ്ധിക്കാം. നമ്മൾ എല്ലാ കാര്യത്തിലും സമയനിഷ്ഠ പാലിക്കണം. എല്ലാം കൃത്യസമയത്ത് ചെയ്യുന്നുണ്ട് മുത്തച്ഛ. മുത്തശ്ശി, ഞാൻ വൈകിട്ട് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇന്നലെ പറഞ്ഞു തന്ന കഥയുടെ ബാക്കി പറഞ്ഞു തരണേ. ഏത് കഥയാണ് അമ്മേ പറഞ്ഞു കൊടുത്തത്? നിങ്ങൾക്ക് എപ്പോഴും പറഞ്ഞു തരാറുള്ള സത്യസന്ധനും ധർമ്മിഷ്ഠനുമായ ഹരിശ്ചന്ദ്ര മഹാരാജാവിന്റെ കഥയാണ്. അത് നന്നായി. എനിക്ക് എന്റെ മക്കളെ കുറിച്ച് ഒരു ആവലാതിയുമില്ല. കളിക്കാനും ചിരിക്കാനും കഥ പറയാനും ഉപദേശിക്കാനും അവരെ നേർവഴിക്ക് നയിക്കാനും മുത്തച്ഛനും മുത്തശ്ശിയുമുണ്ട്. ഒരുമയോടെ ജീവിച്ചിരുന്ന ഗതകാല സ്മരണകൾ മനസ്സിൽ ആനന്ദത്തിൻ്റെ സുഗന്ധം വിതറുന്നു. എന്നാൽ കാലം മാറുമ്പോൾ വേരുകൾ മാറുന്നു, ജീവിത ശൈലി മാറുന്നു. പഴമയിൽ ലഭിച്ച സുഖ ആസ്വാദനവും ബന്ധവും സ്നേഹവും നഷ്ടപ്പെടുന്നു. അടുക്കളയിലെ രുചി മറന്ന് ഹോട്ടൽ ഭക്ഷണം പാഴ്സലുകളായി വീട്ടിൽ എത്തുന്നു. കുടുംബത്തിലെ അംഗങ്ങളെല്ലാം വാട്സാപ്പ്, ഫേസ്ബുക്ക് ജീവികളായി മാറുന്നു. അതിൻ്റെ ദുരന്തങ്ങൾ ബുദ്ധിയിലും പഠനത്തിലും പെരുമാറ്റത്തിലും ന്യൂ ജനറേഷൻ മക്കളിലേക്ക് പടരുന്നു. അമ്മേ, എനിക്കിന്ന് നൂഡിൽസ് മതി. ഓരോരോ പുതിയ ആഹാര രീതികൾ. ഞങ്ങൾ പഴയ തലമുറയ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ല. വേണമെങ്കിൽ കഴിച്ചാൽ മതി. എനിക്ക് കൃത്യസമയത്ത് ജോലിക്ക് പോകണം. പോകുന്ന വഴിയിൽ മോളെ ഡേ കെയറിലും വിടണം. മോളെ, കുഞ്ഞിവിടെ നിൽക്കട്ടെ, ഞാൻ നോക്കിക്കൊള്ളാം. വേണ്ട, അത് ശരിയാവില്ല. മാളു, ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, ലഞ്ച് ബാഗിലുണ്ട്. ബസ് വരുമ്പോൾ പോകണം. അമ്മേ, എല്ലാം എടുത്തു വെക്കാം. കാലം പോയ പോക്കേ, എല്ലാവർക്കും തിരക്കാണ്. സമയം വൈകുന്നേരം. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? എപ്പോഴും ഫോണിൽ തന്നെ. മോളെ, കരയണ്ട, എൻ്റെ ഫോൺ തരാം. നിങ്ങൾ ആരുമില്ലാത്തപ്പോൾ സമയം പോകാൻ ഞങ്ങൾക്ക് ഈ ഫോൺ തന്നെയാണ് ആശ്രയം. ചക്കരയുണ്ട് മുത്തശ്ശി, എനിക്ക് വിശക്കുന്നു. നമുക്ക് പിസ്സ ഓർഡർ ചെയ്യാം. എങ്കിൽ ഞാൻ വിളിക്കാം. പിസ്സ മതിയല്ലോ. മോളുടെ വിശപ്പ് ഇപ്പോൾ തന്നെ മാറും.
അവളുടെ താളത്തിനൊത്ത് തുള്ളി ഏതാവശ്യവും സാധിച്ചു കൊടുക്കും. മോളത് കാര്യമാക്കണ്ട, വയറ് നിറച്ച് കഴിക്കും. ക്ഷമയുടെയും ത്യാഗത്തിന്റെയും സഹനശക്തിയുടെയും വ്യക്തി രൂപീകരണത്തിന്റെയും ഉജ്ജ്വല സ്നേഹത്തിന്റെയും പ്രതീകങ്ങളായിരുന്നു മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും. എന്നാൽ ബന്ധങ്ങളുടെ ഊഷ്മളത ചോർന്നു പോകുകയും മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുമ്പോൾ വാർദ്ധക്യം ഭാരമാകുന്നു. അവരെ വൃദ്ധസദനങ്ങളിൽ എത്തിച്ച് തങ്ങളുടെ കടമ നിറവേറ്റിയെന്ന മിഥ്യാധാരണയിൽ കഴിയുന്ന ന്യൂജൻ സംസ്കാരം. എന്താ ഇവിടെ? ഇത്തിരി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ. ഇവിടെ വെള്ളമൊന്നുമില്ല. എന്ത് വില കൂടിയ പാത്രമാണ് ഉടച്ചത്? ഛേ, ചുമച്ചി ഇവിടെ എല്ലാം വൃത്തികേടാക്കി. മുത്തച്ഛ, വെള്ളം ഞാൻ എടുത്തു തരാം. പോ, അപ്പുറത്ത് പോ മാളു. ഇനി നിനക്കും കൂടി അസുഖം വരുത്തേണ്ട. എന്തുണ്ടായി? എന്തുണ്ടായെന്നോ? അടുക്കള നാശമാക്കി. ഓർമ്മക്കുറവുണ്ട് മോളെ. പ്രായമാകുമ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. അച്ഛന് 2 ദിവസമായി തീരെ സുഖമില്ല. ആശുപത്രിയിൽ പോയേ പറ്റും. ഞാൻ നോക്കിയിട്ട് ഒരു അസുഖവും ഇല്ല. ഇതെല്ലാം കള്ളത്തരമാണ്. ഞങ്ങൾക്ക് ഒരു സമാധാനവും തരില്ല. ആശുപത്രിയിൽ പോകാൻ ഇവിടെ പൈസയൊന്നുമില്ല. അമ്മേ, മുത്തച്ഛനെയും മുത്തശ്ശിയും ഒന്നും പറയല്ലേ, അവർ പാവമല്ലേ. എങ്ങനെയെങ്കിലും ഇവരെ ഒഴിവാക്കണം. എനിക്കിതൊന്നും സഹിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. എന്താണ് ഒരു പ്രതിവിധി? നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ അടുത്തൊരു വൃദ്ധസദനമുണ്ട്. ഹോസ്പിറ്റലിൽ പോകുന്നെന്ന് പറഞ്ഞ് നമുക്ക് അവരെ കൊണ്ടുപോകാം. അച്ഛാ, അമ്മേ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. മോളെ, ഇത് ഹോസ്പിറ്റലാണോ? കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ. അതെ അമ്മേ, ഇത് ഹോസ്പിറ്റലിൽ വരുന്നവർ താമസിക്കുന്ന വീടാണ്. ഇവിടെ ഒരുപാട് കൂട്ടുകാർ ഉണ്ടാകും. ഞങ്ങൾ ഇപ്പോൾ വരാം കേട്ടോ. അച്ഛാ, മുത്തശ്ശനും മുത്തശ്ശിയും എവിടെ? അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞ് തിരികെ വരും. കിടപ്പ് കണ്ടോ? മോൾക്ക് നല്ല ചൂടുണ്ട്, വിറയ്ക്കുന്നുമുണ്ട്. രാജുവേട്ടാ, പെട്ടെന്ന് വണ്ടി എടുക്ക്. മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. കുട്ടിക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നും കാണുന്നില്ല. മാനസികമായ എന്തോ വിഷമമാണ്. അബോധാവസ്ഥയിൽ കുട്ടി മുത്തച്ഛനെയും മുത്തശ്ശിയെയും വിളിക്കുന്നു. അവരെ പെട്ടെന്ന് ഇവിടെ എത്തിക്കണം, ഇല്ലെങ്കിൽ സ്ഥിതി മോശമാകും. മോളെ, എഴുന്നേൽക്ക്. മുത്തച്ഛനാണ് വിളിക്കുന്നത്.
എഴുന്നേൽക്ക്. മുത്തശ്ശി, മുത്തച്ഛ, നിങ്ങൾ എവിടെയായിരുന്നു? ഈ മാടുകുട്ടിയെ നിങ്ങൾക്ക് വേണ്ടേ? നിങ്ങളെ കാണാതെ എത്ര സങ്കടമായെന്നറിയാമോ? നിങ്ങൾ ആരും എന്നെ വിട്ടുപോകല്ലേ. മുത്തച്ഛനും മുത്തശ്ശിയും ഇല്ലാതെ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇല്ല മോളെ, നീ ഞങ്ങളുടെ കണ്ണു തുറപ്പിച്ചു. ഞങ്ങൾക്ക് ഞങ്ങളുടെ തെറ്റ് മനസ്സിലായി. ഇനി അച്ഛനും അമ്മയും നമ്മോടൊപ്പം എന്നും ഉണ്ടാകും. ഇത് സത്യം. ഇന്നു മുതൽ നമ്മൾ സന്തോഷത്തോടെ കഥ പറഞ്ഞും ചിരിച്ചും ഉല്ലാസത്തോടെ ജീവിക്കും. മനുഷ്യാവസ്ഥയുടെ മാത്രം പ്രതിസന്ധിയല്ല വാർദ്ധക്യം, അത് പ്രകൃതി നിയമമാണ്. പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നത് അമ്മയുടെ ഉദരത്തിൽ പിറന്ന ഓരോ കുഞ്ഞിൻ്റെയും ഉത്തരവാദിത്വമാണ്. കുടുംബജീവിതത്തിൻ്റെ വിജയം ഭവനങ്ങളുടെ ഭദ്രതയാണ്. നമ്മുടെ മാതാപിതാക്കളെ നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോകാതെ സംരക്ഷണ കവചമായി മാറി നമ്മുടെ മക്കൾക്ക് മാതൃകയാകാം. പേരക്കുട്ടികളുടെ സാമീപ്യം കൊണ്ട്, സ്നേഹം കൊണ്ട് പോയ കാലത്തിൻ്റെ നന്മകൾ വീണ്ടെടുക്കാം. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാം. മക്കൾ ടെക്നോളജിയിലൂടെ പുതിയ പുതിയ അറിവുകൾ ആർജിക്കട്ടെ. എന്നാൽ ഏതു തരം പുതുമയും പഴമയിലേക്കുള്ള മുതൽക്കൂട്ടായിരിക്കും എന്ന പൊതുതത്വം
മറക്കാതിരിക്കുക എന്നത് തന്നെയാണ് പുതുതലമുറയെ നയിക്കേണ്ട ചിന്തകൾ. എല്ലാ മുത്തച്ഛന്മാർക്കും മുത്തശ്ശിമാർക്കും ആരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു. നന്ദി.